മലയാളി ഡോക്ടേഴ്സ് കാണും. ഹോസ്പിറ്റൽ കോസ്റ്റ് എങ്ങനെയാണ്, എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണോ അതോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ. ഖത്തറിലെ ഡെലിവറിയെ കുറിച്ച് ഇപ്പോഴും ഒരുപാട് പേർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടല്ലേ. അതായത് ഖത്തറിലെ ഡെലിവറി എങ്ങനെയാണ്, ഇവിടെ മലയാളി ഡോക്ടേഴ്സ് കാണും, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണോ അതോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ ഡെലിവറി നടക്കുന്നത്, അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും, ഹോസ്പിറ്റൽ കോസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ. അപ്പം ഞാൻ ഓൾറെഡി ഇതിനെയൊക്കെ പറ്റി 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ എൻ്റെ ലേബർ എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നേ. അപ്പോൾ ഈ രണ്ട് വീഡിയോസിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ആ 2 വീഡിയോസും കാണാത്തവരാണെങ്കിൽ ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആദ്യം ആ വീഡിയോസ് കാണുക, അതിനുശേഷം ഇതിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും വീഡിയോസ് ചെയ്തിട്ട് പോലും എനിക്ക് ഒരുപാട് വീണ്ടും വീണ്ടും ഡൗട്ട്സ് വരുന്ന ഒരു കാര്യം, അതായത് ഒരു കോണ്ടന്റ് ആണ് ഖത്തറിലെ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ വീണ്ടും അതിനെപ്പറ്റി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ ഡെലിവറി കഴിഞ്ഞത് ഖത്തറിലുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഒരു ഡെലിവറിയുടെ എക്സ്പീരിയൻസ് വച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാടായി ഇങ്ങനെ ഒന്ന് ഇരുന്ന് വീഡിയോ ചെയ്തിട്ട്. സംഭവം വേറെ ഒന്നുമല്ല, ഇപ്പോൾ റീക്കാക്ക് ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പകൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം മോർണിംഗ് ആകുമ്പോഴത്തേക്കും കുക്കിങ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ പുറത്ത് പോകും എമറിനെ കൊണ്ട് കുറച്ച് നേരം, കാരണം നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ, നൈറ്റ് ഇറങ്ങാൻ പറ്റൂലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഡേ ടൈം അധികം വീഡിയോ എടുക്കാൻ പറ്റാതെയായി. രാത്രി പിന്നെ അവൻ ഉറങ്ങും, പിന്നെ ഞാനും അങ്ങനെ കിടക്കും. അങ്ങനെ മൊത്തത്തിൽ ഇത് സത്യം പറഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ ഈ ടോപ്പിക്ക് തന്നെ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അടുത്ത ദിവസം എടുക്കാമെന്നും പറഞ്ഞ് അതിനുശേഷം എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഈ ഒരു വീഡിയോ എടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാൻ വന്നത്. ഈ വീഡിയോ പറ്റി എടുക്കാൻ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ, നിങ്ങൾ ചോദിക്കും ഇവളെന്തിനിപ്പോൾ വന്നിരുന്ന് ഇവളുടെ കുടുംബകാര്യമൊക്കെ ഇവിടെ വന്നിരുന്ന് പറയുന്നത്, അതല്ലല്ലോ വിഷയമെന്ന് അല്ലേ. അതുകൊണ്ട് നമുക്ക് അധികം വലിച്ചു നീട്ടേണ്ട, ടോപ്പിക്കിലേക്ക് നേരെ കടക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഖത്തറിലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രഗ്നന്റ് വിമൺ ആണ്, ഡെലിവറി ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുകയാണെങ്കിൽ അവരൊക്കെ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു വീഡിയോ ആണ്. സോ ഗൈസ്, ഖത്തറിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഡെലിവറി ഒക്കെ വരുന്നുണ്ട്. ഇപ്പം മെയിൻ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹമദിന്റെ വിമൺ വെൽനസ് ഹോസ്പിറ്റൽ, അതുപോലെ അൽ വക്ര ഹോസ്പിറ്റൽ, ഇതൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ്, എല്ലാവർക്കും അറിയാലോ. ഈ ഹോസ്പിറ്റലൊക്കെ ഡെലിവറി വരുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് ആണെങ്കിൽ ആസ്റ്ററിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ലാണ്ട് സിദ്ര പോലുള്ള ഹോസ്പിറ്റലും വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പ്രൈവറ്റിനെ പറ്റി ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടെ. ഇപ്പൊ എൻ്റെ ഡെലിവറി കഴിഞ്ഞത് ഖത്തറിലുള്ള വിമൺ വെൽനസ് റിസർച്ച് സെന്ററില്ലേ, അവിടെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ തന്നെ ആദ്യം ഇവിടെ കാണിച്ചത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹോസ്പിറ്റലാണ് നസീമില സീറിംഗ് റോഡിലുള്ള നസീം അൽ റാബി, ആ ഹോസ്പിറ്റലാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അയ്യോ നസീമിലൊക്കെ പ്രൈവറ്റ് അല്ലേ, അവിടെ എങ്ങനെ നമ്മൾ കൺസൾട്ട് ചെയ്യും, അത്രയും ക്യാഷ് ഒക്കെ ആവൂലേന്ന്. അപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൺസൾട്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് നല്ല കൺസൾട്ടേഷൻ കിട്ടും. അതുമല്ല നിങ്ങൾക്കിപ്പോൾ മലയാളി ഡോക്ടറെ വേണം, ഫോർ എക്സാമ്പിൾ നാട്ടിലേക്ക് പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നമ്മുടെ ലാംഗ്വേജിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നോക്കുന്ന ഒരു നല്ല മലയാളി ഡോക്ടേഴ്സ് നമുക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണല്ലേ, കൺവീനിയൻസ്, അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നസീം ഹോസ്പിറ്റലിൽ പോവാവേ. അപ്പോൾ അവിടുത്തെ മെയിനായിട്ട് 2 ഗൈനക്കോളജിസ്റ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ബിന്ദു ഡോക്ടർ ബിന്ദു, ഇല്ലിക്കൽ നാരായണ ബിന്ദു എന്ന് പറയും. പിന്നെ ഒരെണ്ണം വരുന്നത് ഡോക്ടർ രേഷ്മ ജോയ്. അപ്പോൾ ഇവർ 2 പേരും നല്ല ഡോക്ടേഴ്സ് ആണ്. ബാക്കിയുള്ള ഡോക്ടേഴ്സും കാണും, പക്ഷേ ഞാൻ കൺസൾട്ട് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് നല്ല ഡോക്ടേഴ്സ് എന്ന് തോന്നിയ 2 പേരാണ്. ഇവർ 2 പേരും ഞാൻ കൺസൾട്ടേഷൻ, ഇപ്പോൾ ബിന്ദു ഡോക്ടറിനെയാണ് ഞാൻ കൂടുതലും കൺസൾട്ട് ചെയ്തത്. എൻ്റെ മെയിൻ ഡോക്ടർ ബിന്ദു ഡോക്ടറാണ്. അപ്പോൾ ബിന്ദു ഡോക്ടർ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ രേഷ്മ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 2 പേരും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള ഒരു ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഞാൻ കാണിച്ചത് ബിന്ദു ഡോക്ടറിനെയാണ്. എൻ്റെ പ്രഗ്നൻസി തുടങ്ങിയ മുതൽ ഒരു 8 മാസം വരെയും ഞാൻ നസീമിലുള്ള ബിന്ദു ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്തത്. അപ്പോൾ മലയാളി ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ നമ്മൾ ഓരോ അപ്പോയിൻമെൻറ്റ് കിട്ടി, നമുക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ ഇടാമല്ലോ നസീമിൻ്റെ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ ബുക്ക് ചെയ്യാം, ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്യാൻ പോകുന്നവർക്ക്. എന്നിട്ട് അതനുസരിച്ച് പിന്നീട് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ പിന്നെ ഡോക്ടർ തരും, സ്കാനിങ് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ ഡോക്ടർ തരും. അവിടെ തന്നെ സ്കാനിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആണ്, അറിയാലോ, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം ഞാൻ കാണിച്ച സമയത്ത് എനിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എക്സ്പെൻസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പെൻസ്
താങ്ങാൻ കഴിവുള്ളവർ മാത്രം നസീമിൽ പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ കാണിച്ചപ്പോൾ സ്കാനിങ്ങിനൊക്കെ അറിയാമല്ലോ, അത്യാവശ്യം നല്ല റേറ്റ് വരും. അപ്പോൾ നമുക്ക് ഓഫറൊക്കെ വേണമെങ്കിൽ, അതായത് ഓഫറെന്ന് സോറി, വേറൊരു ഓഫറിൻ്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത് കിളി പോയിരിക്കുകയാണ്, അതാണ് സോറി. അപ്പോൾ ഓഫറല്ല, ഡിസ്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നസീമിൻ്റെ അവിടെ തന്നെ മാനേജറിൻ്റെ ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് ഡിസ്കൗണ്ട് ചോദിച്ചാൽ മതി, ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ, നമുക്ക് അവിടെ തന്നെ കൺസൾട്ട് ചെയ്ത് പോകും. ഈ ഡോക്ടേഴ്സിനെ 2 പേരിൽ ആരെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൺസൾട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടേഴ്സ് ചെക്കപ്പും സ്കാനിങ്ങും ഒക്കെ ചെയ്ത് എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു മലയാളി ഡോക്ടറല്ലേ, അപ്പോൾ നമ്മളിൽ ഒരാളായിട്ട് കണ്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു പോവാം. പിന്നെ 8 മാസം കഴിയുമ്പോഴത്തേക്കും, കാരണം നസീമിൽ ഡെലിവറി ഇല്ല, അതുകൊണ്ട് തന്നെ 8 മാസം കഴിയുമ്പോഴത്തേക്കും ഇവർ നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യും. അപ്പോൾ 8 മാസം വരെ ഞാൻ നസീമിലാണ് കാണിച്ചത്. അപ്പോൾ 8ാം മാസം ഡോക്ടർ തന്നെ അവിടെ നിന്ന് നമുക്കൊരു റിക്വസ്റ്റ് ഗവൺമെന്റിലോട്ട് സെൻഡ് ചെയ്യും. ഓക്കെ. അതല്ല എങ്കിൽ നമുക്ക് അടുത്തുള്ള PHCC, നമ്മുടെ സെന്റർ ഏതാണോ ആ PHCCയിൽ നമുക്ക് ഡയറക്റ്റ് പോയി അപ്പോയിന്റ്മെന്റ് മേടിക്കുകയോ, അതല്ലെങ്കിൽ നമുക്കൊരു ഫോമും കൂടെ തന്ന് അൽബക്ര ഹോസ്പിറ്റലിൽ ഒന്ന് ചെന്ന് ഫോം കൊടുക്കാൻ പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇവിടെ മെയിൽ ID ഉണ്ട്, ആ മെയിലിലോട്ട് അയച്ച് റിക്വസ്റ്റ് ഒക്കെ അയക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ അത് ചെയ്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഡോക്ടർ ഇട്ട ഇത് തന്നെ, കാരണം ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ എങ്ങാനും ലേറ്റ് ആയി പോലെ, കാരണം ഇവിടുത്തെ സിസ്റ്റം നിങ്ങൾക്ക് അറിയാലോ, സിസ്റ്റം എന്ന് പറയുന്നത് അടിപൊളി സിസ്റ്റം ഒക്കെയാണ്, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് എല്ലാം പക്കയാണ്. പക്ഷേ കുറച്ച് ലേറ്റ് ആവാറുണ്ട് ഈ ഗവൺമെന്റ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് അൽവക്രയിൽ പോകാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് പിന്നെ തിരിച്ച് വന്നേട്ടാ. പിന്നെ നമുക്ക് ലേറ്റ് ആയില്ല, ഡോക്ടർ ഇട്ട അപ്പോയിന്റ്മെന്റ് പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ള എൻ്റെ സെന്റർ വരുന്നത്, ഞാൻ ആ ടൈമിൽ ദോഹയിലായിരുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് റൗദത്ത് അൽഖായിലില്ലേ, അവിടെയാണ് എനിക്ക് സെന്റർ വന്നിരുന്നത്, PHCC. അപ്പോൾ അവിടെ ഞാൻ കാണിച്ചത്. അപ്പോൾ എനിക്ക് അവിടുത്തെ അപ്പോയിന്റ്മെന്റ് കിട്ടി. പിന്നെ അവിടെ അവർ എങ്ങനെയെന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് അങ്ങനെയല്ല, ഫാമിലി ഫിസിഷ്യനാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഫാമിലി ഫിസിഷ്യനിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. പിന്നെ ഉള്ളത് അങ്ങോട്ട് PHCCയിൽ നിന്നാണ് എനിക്ക് 8ാം മാസം മുതലുള്ള എല്ലാ അപ്പോയിന്റ്മെന്റും വന്നിരുന്നത്. അപ്പോൾ അവിടെ നിന്നും അവർ അപ്പോയിന്റ്മെന്റ്സ് ഇടും. പിന്നെ നമ്മൾ അവിടെ പോയി സ്കാനൊക്കെ ചെയ്താൽ മതി. സ്കാനിങ് ഒക്കെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പ്രൈവറ്റിനെ വെച്ച് നോക്കണമെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ സ്കാനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്ക് തൊട്ട് മുകളിലായിട്ട് TV ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ TVയിൽ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്യുന്നതൊക്കെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് വലിയ ഒരു TV ഒക്കെ ആയിരുന്നു. സോ എല്ലാം കാണിച്ചൊക്കെ തരും, അങ്ങനെ പറഞ്ഞൊക്കെ തന്നേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സമയം ഓരോ ഡോക്ടേഴ്സ് ആയിരിക്കും. നമ്മൾ പ്രൈവറ്റിൽ കാണിക്കുന്നത് അങ്ങനെയല്ല, നമ്മളൊരു ഡോക്ടറിനെ ചൂസ് ചെയ്യുന്നു, ആ ഡോക്ടറിനെ തന്നെ നമ്മൾ കാണിക്കുന്നു, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇപ്പം നാട്ടിലാണെങ്കിലും നമ്മൾ എന്താണെന്ന് അറിഞ്ഞൂട, ചില സമയം ഇങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നാക്ക് കുഴയും. ശരി. അപ്പോൾ നാട്ടിലാണെങ്കിലും ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ഡോക്ടറിനെ നമ്മൾ കൊണ്ടുപോയി അപ്പോയിന്റ്മെന്റ് ഇട്ട് കാണിക്കുന്നു, അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ ഗവൺമെന്റിൽ ആയത് കാരണം അങ്ങനെയല്ല, നമ്മൾ ഓരോ സമയം പോകുമ്പോഴും ഓരോ ഡോക്ടറായിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാതെ വന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, എല്ലാം നല്ല രീതിയിൽ നോക്കിയ ഡോക്ടേഴ്സൊക്കെ അടിപൊളിയായിട്ട് എല്ലാ അപ്പോയിന്റ്മെന്റിൽ സ്കാൻ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷേ നമുക്ക് ഓരോ സമയം പോകുമ്പോഴും ഓരോ ഡോക്ടർ ആകുമ്പോഴേ നമ്മുടെ കൺവീനിയൻസിന് ഒത്തുള്ള അതല്ലല്ലോ, അതുകൊണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രൈവറ്റിലാണ് കാണിച്ചത്, അതുകൊണ്ട് കൂടുതലായിരിക്കും എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ തോന്നിയത്. ആദ്യം ഒരു ഡോക്ടറിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇപ്പോൾ തുടക്കം മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ PHCCയിൽ പോയി ഡയറക്റ്റ് നിങ്ങളുടെ സെന്ററിൽ പോയി കൺസൾട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഏതാണോ അവരായിരിക്കും നിങ്ങളുടെ കൺസൾട്ടേഷൻ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു 38-39 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പ്രസവിച്ചില്ലെങ്കിൽ അവർ അവിടെ നിന്ന് അപ്പോയിന്റ്മെന്റ് തരുന്നത് പിന്നെ ഹമദിലോട്ടാണ്. ഡയറക്റ്റ് നമുക്ക് ഹമദിലായിരിക്കും അപ്പോയിന്റ്മെന്റ്സ് വരുന്നത്. അപ്പോൾ അവിടെയും ഇതുപോലെ പക്ക അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും, പിന്നെ സ്കാൻ ഉണ്ടെങ്കിൽ സ്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെ അതിൻ്റെതായ വഴിയിൽ പോകും. ഇത്രയാണ് ഞാൻ കൺസൾട്ട് ചെയ്ത ടൈമിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ. പിന്നെ ആ ഒരു ടൈമിൽ മലയാളി ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുമോ എന്നൊക്കെ, ഇപ്പോൾ ഹമദിൽ കാണിക്കുമ്പോൾ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ കാണാം, അവരുടെ ഡ്യൂട്ടി സമയം പോലെ ആയിരിക്കും കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ടാവില്ല, ആ ഡ്യൂട്ടി അനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ആരാണോ അവിടെ ഉള്ളത് അവരെ കാണിക്കുക, അത്രയേ ഉള്ളൂ. ശരി. ഇനി നമുക്ക് ഡെലിവറി ടൈമിലുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഡെലിവറി ടൈമിൽ ഒരുപാട് പേർക്ക് അറിയേണ്ടത്, ഡെലിവറി ടൈമിൽ നമ്മുടെ കൂടെ ആരെങ്കിലും കേട്ടോന്നൊക്കെയാണ്. അപ്പോൾ ഹസ്ബൻഡിനെ കയറ്റും കേട്ടോ റൂമിൽ, ലേബർ റൂമിലാണെങ്കിലും. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു, അതല്ലെങ്കിൽ മദർ ആണെങ്കിൽ മദറിനെ കയറ്റും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ ടൈമിൽ ഏത് ഡോക്ടറാണ്, മലയാളി ഡോക്ടർ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഡെലിവറി മൈക്ക് ഓൺ ആണല്ലോ, ആണ്. അപ്പോൾ എൻ്റെ ഡെലിവറി ടൈമിൽ മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഡോക്ടേഴ്സിനെ ആരെയും കണ്ടിട്ടില്ല, മലയാളി ഡോക്ടേഴ്സിനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കുറേ സിസ്റ്റർമാരുണ്ടായിരുന്നു കേട്ടോ, അത് കുറേ മലയാളി സിസ്റ്റർമാർ. അപ്പം ഞാൻ ഡെലിവറി ടൈമിൽ പോയപ്പോൾ തന്നെ ആരൊക്കെയോ, ഓരോ സമയം ഡ്യൂട്ടി വേറെയാണല്ലോ, ആരൊക്കെയോ ആണ് വന്ന് നോക്കുന്നത്. ഓരോ സമയം ഇപ്പോൾ PV ചെക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒരു സമയം ഒരു ഡോക്ടർ, അടുത്ത സമയം വേറെ ഡോക്ടർ, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ.
അതുപോലെ തന്നെ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്തും അവിടെയും സിസ്റ്റർമാരെന്ന് വെച്ചാൽ ആദ്യം പോയപ്പോൾ ഒരാൾ, പിന്നെ പോയപ്പം അത് പല കൺട്രി നേഴ്സുമാർ സിസ്റ്റർമാരൊക്കെ ആയിരിക്കും. ഒരാളായിരുന്നു, പിന്നെ വേറൊരാൾ, കുറച്ച് കഴിഞ്ഞ് വേറൊരാൾ വന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഡെലിവറി ടൈമിൽ കുറേ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ നോക്കിയത് ഒരു പിന്നെ മെയിനായിട്ട് ചോദിച്ച കാര്യം മെയിൽ ഡോക്ടറോ ഫീമെയിൽ ഡോക്ടർ ആണോ, മെയിൽ ഡോക്ടർ ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്നെ നോക്കിയത് മെയിലായിരുന്നേ. അപ്പോൾ അവരും വേറെ കൺട്രി ആയിരുന്നു. കൂട്ടത്തിൽ 1-2 മലയാളി സിസ്റ്റർമാരെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ഡ്യൂട്ടി സമയം അനുസരിച്ച് നമുക്ക് ലക്കുണ്ടെങ്കിൽ മലയാളികളെ കണ്ടുമുട്ടാം, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നമുക്ക് മലയാളി തന്നെ കിട്ടും അങ്ങനെ പോയി ചോദിച്ചു അങ്ങനെയൊന്നും നമുക്ക് പറ്റൂല. അത് ഇവിടുത്തെ സിസ്റ്റത്തിൽ അങ്ങനത്തെ റൂളൊന്നുമില്ല. ഓക്കെ. പിന്നെ ഗായ്സ്, എൻ്റെ ഡെലിവറി എടുത്ത മിഡ് വൈഫ് ആയിരുന്നു, ഗൈനക്കോളജിസ്റ്റ് അല്ല, മിഡ് വൈഫ് ആയിരുന്നു, മെയിൽ മിഡ് വൈഫ് ആയിരുന്നേ. പിന്നെ സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ പല രാജ്യത്തുള്ള സിസ്റ്റർമാരും ഒക്കെ കാണും കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തുകൊണ്ടും നിങ്ങളിപ്പം ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ലാംഗ്വേജ് ഒന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ചിലപ്പോൾ ചിലർക്ക് ലാംഗ്വേജ് നമ്മുടെ മലയാളം അല്ലല്ലോ, അപ്പോൾ ലാംഗ്വേജിൻ്റെ കാരണത്തിൽ ടെൻഷനും കാര്യങ്ങളും കാണും ഡെലിവറി. അതൊന്നും, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള സാധനമല്ലേ, വലിയ സംഭവമൊന്നും അല്ല. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ അങ്ങ് പൊക്കോളും, ടെൻഷനൊന്നും അടിക്കേണ്ട. പിന്നെ ഇവിടുത്തെ സിസ്റ്റമൊക്കെ അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. എല്ലാവരും ഏത് കൺട്രി ആയാലും നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. സോ അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നിങ്ങൾ ഡെലിവറി ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഡെലിവറിയിൽ ഏറ്റവും എനിക്ക് ഭയങ്കര എന്താണ് ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഡെലിവറി ടൈമിൽ പെയിനൊക്കെ വന്ന് പോകുമ്പോൾ ഒരു 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഒക്കെ ഡയലേറ്റ് ആയിന്ന് പറയുമ്പോൾ അവരപ്പോൾ തന്നെ അഡ്മിറ്റ് ആക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അവർ നമ്മളെ വീട്ടിൽ പറഞ്ഞു വിടും. ഞാൻ തന്നെ 1-2 തവണ പോയിട്ട് തിരിച്ച് ആംബുലൻസിൽ കയറുമ്പോൾ തന്നെ അവിടെ ഡോക്ടറാണല്ലോ, അവർ തന്നെ പറഞ്ഞായിരുന്നു പോയിട്ട് തിരിച്ച് വരണമെന്ന്. എന്തായാലും തിരിച്ചു പറഞ്ഞു വിടുമെന്ന്. കാരണം അങ്ങനെയാണ് ഇവിടെ 4 സെൻറ്റിമീറ്റർ ആയാലേ ഡയലേഷൻ 4 സെൻറ്റിമീറ്റർ ആവണം. അത് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ മാൻഡേറ്ററി അല്ല. കാരണം ചില കേസസിൽ അവർ നേരത്തെ അഡ്മിറ്റ് ആകും. ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് തന്നെ നോക്കി, എനിക്ക് വാട്ടർ ലീക്കായി. അപ്പോൾ അതുകൊണ്ട് അവർ എന്നെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ആദ്യം ഞാൻ പോയിട്ട് തിരിച്ചു വന്നു, രണ്ടാമതും ഞാൻ പോയിട്ട് തിരിച്ചു വന്നു എന്ന് തോന്നുന്നു. ആദ്യം 1 സെൻറ്റിമീറ്റർ, പിന്നെ പോയപ്പോൾ 2 സെൻറ്റിമീറ്ററോ അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ ഒട്ടും വേദന സഹിക്കാതെയാണ് വീണ്ടും പോയത്. പിന്നെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് ഈ വാട്ടർ ലീക്ക് ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു, എന്നെ അഡ്മിറ്റ് ആക്കിയേ. വാട്ടർ ലീക്ക് ആയപ്പോൾ അഡ്മിറ്റ് ആയി. ഇതുപോലെ കുഞ്ഞിന് എന്തെങ്കിലും പോകുമ്പോൾ തന്നെ, ഇപ്പോൾ ആദ്യം നമ്മൾ പെയിനായിട്ട് പോകുമ്പോൾ അവർ PV ചെക്ക് ചെയ്യുമല്ലോ, ചെക്ക് ചെയ്യുമ്പോൾ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുറച്ച് റിസ്കി ആയിട്ടൊക്കെ തോന്നിയാൽ അവരപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ തിരിച്ചു വിടുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കാനും വേണ്ട. നമുക്കൊരു ആശ്വാസം കിട്ടുന്നത് എപ്പോഴും ഹോസ്പിറ്റലിൽ പോയി വേദന സഹിക്കുമ്പോഴാണല്ലോ, എല്ലാവരും ഡോക്ടർ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം, അത്രേ ഉള്ളൂ. വീട്ടിലാണെങ്കിൽ ഫാമിലിയുടെ കൂടെ ഡോക്ടറും നേഴ്സും ആരും ഇല്ലല്ലോ എന്നൊരു ടെൻഷനായിരിക്കും. അത്രേ ഉള്ളൂ ഡിഫറൻസ് കേട്ടോ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് 2 സെൻറ്റിമീറ്റർ ആയപ്പം പിന്നെ എന്നെ അഡ്മിറ്റ് ആക്കുകയാണ് ചെയ്തത്. അതും അഹമ്മദിലെ എമർജൻസിയിലാണ് ഞാൻ പെട്ടെന്ന് പോയത്. നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വേഗം എമർജൻസിയിലോട്ട് ആംബുലൻസ് ഇട്ട് പോയാൽ മാത്രം മതി, അവർ എടുത്തോളും കേട്ടോ. വേറെ പ്രശ്നം, വേറെ ഫോർമാലിറ്റി ഒന്നും അപ്പോൾ ഇല്ല. ഓക്കെ. അപ്പോൾ അത് അവർ നിങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന PHCC ആണെങ്കിൽ ലാസ്റ്റ് അഹമ്മദിൽ നിന്നാണെങ്കിൽ അവർ പറയും, നിങ്ങൾക്ക് എമർജൻസി പെട്ടെന്ന് എന്തെങ്കിലും വാട്ടർ ബ്രേക്ക് ആവോ പെയിനൊക്കെ വരികയാണെങ്കിൽ, ലേബർ പെയിനൊക്കെ ഡയറക്റ്റ് ആംബുലൻസ് പിടിച്ച് നേരെ അഹമ്മദിലോട്ട് ഓടിക്കുമെന്ന് പറയും. അഹമ്മദ് മീൻസ് നിങ്ങൾക്ക് ഏതാ വിമൺ വെൽനസ് ആണെങ്കിൽ വിമൺ വെൽനസ്, അതല്ല അവർ പൽവക്രയിലെ സെൻറ്റർ ആണെങ്കിൽ സെൻട്രൽ ആ ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നതെങ്കിൽ ആ ഹോസ്പിറ്റൽ എവിടെയാണോ അവിടെ പോയാൽ മതി. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണോ, ഇപ്പം ഞാൻ അൽക്കോറിലാണ്. അപ്പോൾ അൽക്കോറിലൊക്കെ ആണെങ്കിൽ ഐഷ ബിന്ദ് ഹോസ്പിറ്റലുണ്ട്, അവിടെയൊക്കെ ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പം അടുത്തുള്ളതിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത് മാത്രമേ എനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയിട്ട് തോന്നിയുള്ളൂ, 4 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആവുന്നത്, ആ ഒരിത്. വേറെ ഇവിടെ സിസ്റ്റമാറ്റിക്കലി എല്ലാം പെർഫെക്റ്റ് ആണ്. ഓക്കെ. ഡെലിവറിയുടെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. മൈക്ക് തല തിരിഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ഇവിടെ എപ്പോഴും അവർ എന്താണ് ചിലപ്പോൾ 39 അല്ലെങ്കിൽ നമുക്ക് 40 വീക്സിലൊക്കെ ആയിരിക്കും നമ്മൾ പ്രസവിക്കുന്നത്. കാരണം അവർ കൂടുതലും നോർമലേ നോക്കോളൂ, മനസ്സിലായി. സിസേറിയനിലോട്ട് അങ്ങനെ പോവില്ല. അത്രയ്ക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ സിസേറിയനിലോട്ട് പോവുള്ളൂ. ഓക്കെ. 99% നമുക്ക് നോർമലിൽ തന്നെ നോക്കും കേട്ടോ, അങ്ങനെ പറയാം. ഓക്കെ. പിന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഇപ്പം എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. സോ നോർമൽ ആണെങ്കിൽ എന്താണ്, നമുക്ക് ഡെലിവറി കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത ദിവസം ഒരു കുഴപ്പമില്ല, ഡോക്ടറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കുഴപ്പമില്ലെങ്കിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പറഞ്ഞു വിടും. ഇപ്പോൾ C-സെക്ഷൻ ആണെങ്കിൽ ഞാൻ ഇന്നലെയാണ് ഒരു റീൽസ് കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ. അവർ C-സെക്ഷൻ ആയിരുന്നേ, അവർക്ക് നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതിലവർ പറയുന്നുണ്ട് C-സെക്ഷൻ ആണെങ്കിൽ പോലും ഇവിടെ ഖത്തറിൽ എന്ന് പറയുന്നത് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അവർ വിടുമെന്ന്. അങ്ങനെ
അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ പോകാം. പിന്നെ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ നമുക്ക് ബൈസ്റ്റാൻഡറിനെയൊക്കെ നിർത്താൻ ചോദിച്ചില്ലേ, അതിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഉമ്മായും എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, രണ്ടുപേരെ നിർത്തും. പിന്നെ ഫുഡ് ഇപ്പം എനിക്കാണെങ്കിലും കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിന് ഒരു ഫുഡും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫുഡ്. പിന്നെ വേറെ റൂമൊക്കെ അടിപൊളിയായിരിക്കും. ഹോസ്പിറ്റലിൽ തന്നെ ഒരു 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൻ്റെ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് കോസ്റ്റൊക്കെ ചോദിച്ചിരുന്നു ഒരുപാട് പേര്. അപ്പോൾ അത് കോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ 100 റിയാലോ 200 റിയാലോ എന്തോ ആണ് ബില്ല് വന്നത് കേട്ടോ. 100, 200 എന്നൊക്കെ പറയുമ്പോൾ എത്ര, നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കൂ ഇന്ത്യൻ മണിയിൽ. 2000 അത്രയൊക്കെ ഇന്ത്യൻ മണിയിൽ ഉണ്ടായി, അത്രേ വരുള്ളൂ. വലിയ എക്സ്പെൻസും കാര്യങ്ങളൊന്നും നാട്ടിലെ പോലെയൊന്നുമല്ല, എക്സ്പെൻസ് ഒന്നുമില്ല. അതിപ്പോൾ സി സെക്ഷൻ്റെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ, അതും അടുത്ത ദിവസം വിടുന്നതാകുമ്പോൾ സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഡെലിവറി നോർമൽ ആയതുകൊണ്ട് എൻ്റെ ഇതിൽ നിന്ന് പറഞ്ഞതാണ്. പിന്നെ വേറൊരു രണ്ടാമത് എനിക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ കുഞ്ഞ് NICയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഡെലിവറി കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ല, 2 ദിവസം കഴിഞ്ഞാണ് അവനെ കിട്ടുന്നത്. അപ്പോൾ എന്നെ അടുത്ത ദിവസം എനിക്ക് ഞാൻ ഹെൽത്തി ആണെന്നും പറഞ്ഞ് എന്നെ തിരിച്ച് അവർ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. പക്ഷേ എൻ്റെ കുഞ്ഞ് അപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അടുത്ത ദിവസം എന്തോ പിന്നെ ഡെലിവറി ആയി കഴിഞ്ഞ് അടുത്ത ദിവസം, അതിൻ്റെ അടുത്ത ദിവസം എന്തോ ആണ് ചെന്ന് ഞാൻ മേടിച്ചത്. അതിൻ്റെ ലേബർ എക്സ്പീരിയൻസിൽ നോക്കിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എപ്പോഴാണ് പോയതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോയി കുഞ്ഞിനെ മേടിച്ചു. അവർ പക്ഷേ നമ്മൾ ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ബേബി എൻ്റെ അടുത്തല്ലല്ലോ, ഉമ്മാടെ അടുത്തല്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെ വിടുള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ടെൻഷൻ അടിക്കാനില്ല. അവിടെ ഒരു നേഴ്സുണ്ട്, അവർ പൊന്നു പോലെയാണ് എൻ്റെ എമറിനെ നോക്കിയത്. അത് ഏത് നേഴ്സായാലും അവർ NICയിൽ പ്രോപ്പറായിട്ട് അവർ പൊന്നുപോലെ നോക്കിക്കോളും, ഫോർമുല മിൽക്കൊക്കെ കൊടുത്തിട്ട്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ ചെന്ന് അവർ പോകാൻ പറഞ്ഞപ്പോഴാണ് കുഞ്ഞിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കുഞ്ഞിനെ മേടിച്ചിട്ട് വന്നത്. അങ്ങനെ. സോ ഗൈസ്, ഇനി ഖത്തറിൽ ഡെലിവറി ചെയ്യാൻ പോകുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പേപ്പർ വർക്ക്സ് ഒക്കെ കാര്യങ്ങൾ ചെയ്തോണം കേട്ടോ. അത് ഞാൻ ലഞ്ച് കഴിച്ചില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉച്ചയ്ക്കാണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ സമയം 3 ആയിട്ടുണ്ട്. ലഞ്ച് കഴിക്കണം. ഓക്കെ. അപ്പോൾ ഗൈസ്, ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, പേപ്പർ വർക്ക്സ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പാസ്പോർട്ട്, QID അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉടനെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഡെലിവറി ചെയ്യാൻ പോകുന്ന അമ്മമാരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് ലേബർ ഇപ്പം ഞാനൊക്കെ ഡെലിവറി ടൈമിൽ ഒരുപാട് ലേബർ എക്സ്പീരിയൻസ് ഒക്കെ വീഡിയോ ഒക്കെ കണ്ട് കിളി പോയൊക്കെയാണ് ഇരുന്നത്, പേടിച്ച്. അപ്പോൾ അതൊന്നും കേട്ട് പേടിക്കണ്ട. പേടിക്കണം, പേടി വരും, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെയാണ്, പേടിക്കരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലർക്ക് പെട്ടെന്ന് ഡെലിവറി ഒക്കെ നടക്കും. പെയിന് ചിലപ്പോൾ അവർക്ക് ഇപ്പം എന്നെ വെച്ച് നോക്കണമെങ്കിൽ ഇപ്പം വേറൊരാൾക്ക് കുറവായിരിക്കും. അങ്ങനെയൊക്കെ പല മിറാക്കിളൊക്കെ സംഭവിക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവണ്ട, പോസിറ്റീവായിട്ടിരിക്കുക. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കോമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഐഡിയ കിട്ടിയില്ലേ. ഇനി നിങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ്, ലേബർ എക്സ്പീരിയൻസും അതുപോലെ ഞാൻ വേറൊരു വീഡിയോ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ആ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും കൂടെ മനസ്സിലാവും. ഓക്കെ. പിന്നെ ഇവിടെ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഫാമിലി സപ്പോർട്ട് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സപ്പോർട്ട് സിസ്റ്റമായിട്ട് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ റീക്ക ഉണ്ടല്ലോ, അപ്പോൾ അത് എപ്പോഴും നമുക്ക് ഹെൽപ്പിന് ആരെങ്കിലും വേണം എങ്കിൽ ഇവിടെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞുമായിട്ടൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ 40 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോയിൻമെൻറ്റ് വരുന്നത്. അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ NICയുള്ള ബേബീസിനൊക്കെ ആണെങ്കിൽ ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ കാണും, സെപ്പറേറ്റ് ഒക്കെ ആയിരിക്കും. അതൊക്കെ കണ്ട് നിങ്ങളാരും പേടിക്കേണ്ട. എൻ്റെ കുഞ്ഞ് ഹൈ റിസ്ക് ബേബി ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. നിങ്ങളാരും ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. പ്രോപ്പറായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുക. ടെലി ഫസ്റ്റ് വരുന്ന ഒരു ടെലി കൺസൾട്ടേഷൻ ആയിരിക്കും കേട്ടോ. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ പറ്റി ചോദിക്കുന്ന. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. പിന്നെ വാക്സിനേഷനൊക്കെ എടുക്കുക. അങ്ങനെ അവരൊരു ബുക്ക് തരും, ബേബിക്ക് ജനിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ബുക്ക് തരും. അതിലാണ് എല്ലാ ഡീറ്റെയിൽസും ഉള്ളത്. വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുക്കാം. സോ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. പിന്നെ ഇനിയും ഞാൻ പറയാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ചെയ്ത് ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. സോറി കേട്ടോ, ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ലേറ്റ് ആവുന്നുണ്ട്, കാരണം സാഹചര്യം അങ്ങനെ ആയി പോകുന്നുണ്ട്. എന്നാലും ഇപ്പോഴും ഡെലിവറി ഒന്നും കഴിയാത്ത ഒരുപാട് പേര് കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഖത്തറിലോട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്നവരോ, അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.